ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആയുധവുമായി കാട്ടിലേക്ക് പോകുമ്പോൾ ഏശാവിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും നല്ല ഒരു മാനിനെ ഇന്ന് വേട്ടയാടണം. അതിനെ പാകം ചെയ്ത് അപ്പന് കൊടുത്തിട്ട് വേണം എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങാൻ. കാരണം വേട്ടയിറച്ചിയുമായി വന്നാൽ അപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് തരാമെന്ന വാക്ക് കേട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു മാനിനെ വേട്ടയാടി പിടിക്കാൻ കഴിഞ്ഞു. അതിനെ കൊന്ന് നല്ല രുചികരമായ രീതിയിൽ പാകം ചെയ്ത് അപ്പൻ്റെ മുൻപിലെത്തി. അപ്പനോട് പറഞ്ഞു, അപ്പാ, ഈ വേട്ടയിറച്ചി ഒന്ന് കഴിച്ചു നോക്കിയേ, എന്നിട്ട് ആ കൈകൾ എൻ്റെ തലയിൽ വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണത്തിൽ കണ്ണു കാണാതിരുന്ന അപ്പൻ ചോദിച്ചു, അതിന് നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ നിന്റെ മൂത്ത മകൻ ഏശാവാണ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചാരുകസേരയിലേക്ക് ബോധരഹിതനായ ഒരു വീഴ്ചയായിരുന്നു അപ്പൻ. ഏശാവ് വേഗം ചെന്ന് അല്പം വെള്ളമെടുത്ത് അപ്പൻ്റെ മുഖത്ത് തെളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റിയപ്പാ? അപ്പൻ പറഞ്ഞു, ചതി പറ്റിയല്ലോ മോനെ. നിന്റെ അനിയൻ വന്ന് കണ്ണു കാണാത്ത എന്നെ പറ്റിച്ച് എല്ലാ അനുഗ്രഹവും വാങ്ങിക്കൊണ്ടുപോയി. കയ്യിലുണ്ടായിരുന്ന വെള്ളപ്പാത്രം വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നിലത്ത് വീണു. ഏശാവ് തലയിൽ കൈവച്ചുകൊണ്ട് നിലത്തിരുന്ന് കരഞ്ഞു. ചങ്കു പൊട്ടുന്ന വേദനയോടെ അവൻ ചോദിച്ചു, അപ്പാ, എന്നെയും കൂടി അനുഗ്രഹിക്കണമേ. നീ എനിക്ക് ഒരനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ? മകന്റെ വാവിട്ടുള്ള കരച്ചിലിനൊടുവിൽ ബാക്കിയുണ്ടായിരുന്ന എന്തൊക്കെയോ കൊടുത്ത് മകനെ സമാധാനിപ്പിച്ചു. കാരണം കൈമാറാൻ വേറെ ഒന്നും അപ്പൻ്റെ കയ്യിലില്ലായിരുന്നു. ഉള്ളതല്ലേ കൈമാറ്റം ചെയ്യാൻ സാധിക്കൂ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. കയ്യിലുള്ളത് മാത്രമേ കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കൈമാറി കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല ഉത്തരം അവരുടെ സ്വഭാവം എന്നതാണ്. പലപ്പോഴും മക്കളുടെ വീഴ്ചകളിലും സ്വഭാവ ദൂഷ്യത്തിലും മക്കളെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് കൈമാറി കൊടുത്തത് എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് നീ പഠിച്ചതെന്ന ചോദ്യത്തിന് പല കുട്ടികളുടെയും ഉത്തരം എൻ്റെ വീട്ടിൽ നിന്നാണ് എന്നായിരിക്കും. കൈമാറ്റം ചെയ്യുവാൻ തക്കവണ്ണം സമ്പത്തും മാത്രം കരുതിയാൽ പോരാ. കൈമാറ്റം ചെയ്യേണ്ടത് സ്നേഹവും നന്മയുമൊക്കെയാണ്. എന്നാൽ ജീവിതത്തിൽ അതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വരും തലമുറകൾക്ക് ഇവയൊക്കെ പകർന്നു കൊടുക്കാൻ സാധിക്കൂ. എനിക്ക് പകർന്നു തരാൻ ഒരു നന്മ പോലും ഇല്ലേ എന്ന് മക്കൾ ചോദിക്കാൻ ഇടവരാതിരിക്കട്ടെ. തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നന്മയും കരുണയും സ്നേഹവുമാകുന്ന നല്ല അനുഗ്രഹങ്ങളെ സമ്പാദിക്കുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു.